നമസ്കാരം. ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായി ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഞാൻ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞതുപോലെ CSER നെറ്റ് ലൈഫ് സയൻസ് ബേസ് ചെയ്തിട്ടുള്ള സിലബസിന്റെ ആ ഒരു സിലബസ് ഫോളോ ചെയ്തിട്ടാണ് ഓരോ ക്ലാസ്സുകളും ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഓരോരോ വളരെ ബേസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് മെയിൻ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. സക്സസ് is not final. Failure is not fatal. It is a courage to continue that counts. വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണിത്. എല്ലാവരുടെ ലൈഫിലും ഈ ഒരു കോട്ടിന്റെ എസൻസ് ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് മോളിക്യൂൾസ് ആൻഡ് ദെയർ ഇന്ററാക്ഷൻ റെലവെന്റ് ടു ബയോളജി ആണ്. ഞാൻ അന്ന് പറഞ്ഞ പോലെ കുറച്ച് കെമിസ്ട്രി പാർട്ടാണ് ഇത് വരുന്നത്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആറ്റം മുതലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്നിവിടെ പറയാനിരിക്കുന്നത്. ഈ കോൺസെപ്റ്റ് നമ്മൾ പറയുന്നത് നമുക്ക് മെയിൻ കോൺസെപ്റ്റ് പറയുന്നത് ബോണ്ടിങ്ങും ഇന്ററാക്ഷൻസും ആണ് വരുന്നത്. സോ അത് നമുക്ക് ക്ലിയർ ആവണമെങ്കിൽ നമുക്ക് വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ആറ്റം. ഓക്കെ, സോ ഫസ്റ്റ് യൂണിറ്റിന്റെ എ പാർട്ട്, എ ഡിവിഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ ബോണ്ട്സ്. ഓക്കെ, നമുക്ക് എന്താണ് ആറ്റം എന്നുള്ളത് നോക്കാം. ഓക്കെ, ആറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ മാറ്ററും എന്താണ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ഇറ്റ് ഈസ് ദ എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ്. ഓക്കെ, ഈ ആറ്റംസിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. Atomic structure includes a central nucleus and orbiting electrons. അതിനൊരു സെൻട്രൽ ന്യൂക്ലിയസും ഉണ്ട്, അതിനു ചുറ്റും ഓർബിറ്റിംഗ് ഇലക്ട്രോൺസും പ്രസന്റ് ആണ്. Every atom possesses an orbiting cloud of tiny subatomic particles called electrons whizzing around a core. ഈ ഇലക്ട്രോൺസിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ they are not static. അവര് ന്യൂക്ലിയസിന് ചുറ്റും എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. At the center of each atom is a small, very dense nucleus formed of two other kind of subatomic particles called protons and neutrons. Okay, എന്താണ് ഈ ന്യൂക്ലിയസ്? ഈ ന്യൂക്ലിയസ്, ഈ ഒരു സെൻട്രൽ പാർട്ട് is made up of other subatomic particles called protons and neutrons. Protons and neutrons. Okay, ഇതാണ് നമ്മുടെ സബാറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് ആറ്റോമിക് കോമ്പോസിഷൻ നോക്കാം. ഈ ന്യൂക്ലിയസിലുള്ള ഓരോ സബാറ്റോമിക് പാർട്ടിക്കിൾസിനും അതിൻ്റെതായ ചാർജസ് ഉണ്ട്. ഈച്ച് പ്രോട്ടോൺ ക്യാരീസ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് ഈച്ച് ന്യൂട്രോൺ ഹാസ് നോ ചാർജ്. ഈച്ച് ഇലക്ട്രോൺ ക്യാരീസ് എ നെഗറ്റീവ് ചാർജ്. അങ്ങനെ നോക്കുമ്പം ന്യൂക്ലിയസിൽ ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട്, സറൗണ്ടിങ് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ എന്താണ്? ടിപ്പിക്കലി ആൻ ആറ്റം ഹാസ് വൺ ഇലക്ട്രോൺ ഫോർ ഈച്ച് പ്രോട്ടോൺ ആൻഡ് ഈസ് ദസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇതാണ് ആറ്റമിന്റെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ദ ന്യൂക്ലിയസ് ഹാവ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ ഹാവ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, സോ ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജും പുറത്ത് ഉള്ള ഇലക്ട്രോൺസിന്റെ നെഗറ്റീവ് ചാർജും ഈക്വൽ ആയതുകൊണ്ട് ആറ്റംസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഓൾവേസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇതാണ് ആറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഡിഫറെന്റ് ആറ്റംസ് ആർ ഡിഫൈൻഡ് ബൈ ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ്, എ ക്വാണ്ടിറ്റി കോൾഡ് ദി ആറ്റോമിക് നമ്പർ. ഓക്കെ, നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട് അല്ലെ. പക്ഷെ നമ്മൾ അറ്റോമിക് നമ്പർ ആയിട്ട് കൗണ്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ മാത്രമാണ്, ബിക്കോസ് ഇറ്റ് ഇസ് പോസിറ്റീവ്ലി ചാർജ്. ന്യൂട്രോണിന് ഒരു ചാർജും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ നമ്മൾ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിന്റെ കൗണ്ടിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. Atoms with the same atomic number have the same chemical properties and are said to belong to the same element.
ഓഫ് കോഴ്സ് അല്ലെ. നമ്മുടെ ഒരു ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇനിയിപ്പോ വാട്ടറിൽ H2S ഫോമിലാണെങ്കിലും ശരി, H2SO4 സൾഫ്യൂരിക് ആസിഡിലാണെങ്കിലും ശരി, ഹൈഡ്രജൻ ആറ്റമിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും സെയിം തന്നെയാണ്. ബിക്കോസ് അതിന്റെ പ്രോട്ടോൺ നമ്പർ സെയിം ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും സെയിം ആണ്. ഇനി എന്താണ് ആറ്റോമിക് മാസ് എന്ന് നോക്കാം. ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് സം ഓഫ് ദി മാസസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. സം ഓഫ് ദി മാസസ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺ. എത്ര പ്രോട്ടോൺ ഉണ്ടോ ന്യൂക്ലിയസിൽ, ആ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ഇസ് ഈക്വൽ ടു ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആറ്റോമിക് മാസിൽ നമ്മൾ പ്രോട്ടോണും ന്യൂട്രോണും മാത്രം കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇനി ഈ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ന്യൂട്രോണിന്റെയും ചെറിയ കുറച്ച് ഫീച്ചേഴ്സും കൂടി ഞാനൊന്ന് പറയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജ്ഡ് ആണ്. അതിന്റെ റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത് 1.007 അറ്റോമിക് മാസ് യൂണിറ്റ്. നമ്മൾ സബാറ്റോമിക് പാർട്ടിക്കിൾസിന് മെഷർ ചെയ്യുന്ന AMU യൂണിറ്റ് ആണ്, അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. അപ്പൊ 1.007 ആയതുകൊണ്ട് നമ്മൾ അതിനെ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Then comes electrons. Electrons എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതിന്റെ റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത് 0.0005 AMU ആണ്. സോ ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ. നമ്മൾ അതിന് ജസ്റ്റ് 0 ആയിട്ട് മാത്രമേ കൗണ്ട് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് കോൺട്രിബ്യൂട്ടിംഗ് എനിത്തിങ് ഫോർ ദി മാസ്. Then comes neutrons. Neutronsന് എന്താണ്? നോ ഇലക്ട്രിക്കൽ ചാർജ്. പക്ഷെ അതിന് റിലേറ്റീവ് മാസ് വന്നിട്ട് 1.009 AMU ആണ്. So we can count it as 1. So for the total mass of an atom, നമ്മുടെ ന്യൂട്രോൺസും പ്രോട്ടോൺസും ആണ് അതിന്റെ അറ്റോമിക് മാസ് ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അറ്റോമിക് മാസ് എന്ന് പറയുന്നത് സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഡെപിക്ട് ചെയ്യുന്നത് നോക്കാം. സോ അതുവേ പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ, സോ ദിസ് ഇസ് ദ ആറ്റം. ഓക്കെ, എക്സ് മീൻസ് ആറ്റം. അതിന്റെ താഴെ കൊടുക്കുന്ന നമ്പർ ഈ Z എന്ന് പറയുന്നതാണ് ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ. ഓക്കെ, ദെൻ A മുകളിലാണ് കൊടുക്കുന്നത് A, ആറ്റോമിക് മാസ്. എന്താണ് ആറ്റോമിക് മാസ്? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. ഓക്കെ, അത് ശരിക്കും നമ്മൾ ഒരു ആറ്റത്തിന് എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ 12 ആണ്. എങ്ങനെയാണ് ഇത് 6 വന്നത്? ഇത് പ്രോട്ടോൺ നമ്പർ ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ ദി ന്യൂക്ലിയസ് ഓഫ് ദി കാർബൺ ഈസ് 6. സോ മാസ് നമ്പർ എങ്ങനെയായിരിക്കും 12 വന്നിട്ടുണ്ടാവുക? 6 പ്ലസ് 6 അല്ലെ, 6 പ്രോട്ടോൺ പ്ലസ് 6 ന്യൂട്രോൺ ഈസ് 12. അങ്ങനെയാണ് നമ്മൾ കാർബണിന്റെ ആറ്റോമിക് നമ്പറും ആറ്റോമിക് മാസും നമ്മൾ ഡെപിക്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാ ആറ്റംസിന്റെയും നമ്മൾ ഡെപിക്ട് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് ഐസോടോപ്പ് എന്നാണ്. നമ്മൾ പറഞ്ഞു ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും നോർമലി ഈക്വൽ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഐസോടോപ്പ് ഒരു വ്യത്യാസമുണ്ട്. ഐസോടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, although all atoms of an element have the same number of protons, they may not all have the same number of neutrons. അതാണ് അതിന്റെ വ്യത്യാസം. പ്രോട്ടോൺ നമ്പർ സെയിം ആയിരിക്കും അല്ലെ, അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഹൈഡ്രജൻ ആയിട്ട് തന്നെ വരുന്നത്. പക്ഷെ ന്യൂട്രോൺ നമ്പറിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ atoms of a single element that possess different numbers of neutrons are called isotopes. എന്താണ്? ന്യൂക്ലിയസിലുള്ള ന്യൂട്രോണിന്റെ നമ്പർ വേരി ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് എലമെന്റ് ഇൻ നേച്ചർ എക്സിസ്റ്റ് ആസ് മിക്സ്ചർ ഓഫ് ഡിഫറെന്റ് ഐസോടോപ്സ്. മോസ്റ്റ് ഓഫ് ദി ആറ്റംസ് ഐസോടോപ്പ് ഫോമിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കൂ, ഹൈഡ്രജൻ ഹാവ് 3 ഐസോടോപ്പ്. എന്താണ് ഡിഫറൻസ്? എല്ലാം പ്രോട്ടോൺ നമ്പർ സെയിം ആണ് അല്ലെ, എല്ലാം പ്രോട്ടോൺ ഒന്നേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് താഴെയല്ലേ നമ്മൾ ആറ്റോമിക് നമ്പർ പറയാ, അതെല്ലാം സെയിം ആണ്, 1 ആണ്. ഓക്കെ, പക്ഷെ മാസ് നമ്പർ നോക്കൂ, വേരി ചെയ്യുന്നത് 1, 2, ഡ്യൂട്ടീരിയം 2, ട്രിഷ്യം 3. എങ്ങനെയാണ് ഇവിടെ 3 ആയത്? ബിക്കോസ് ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ എത്രയാണ്? 3. അങ്ങനെയാണ് ഇത് ഡിഫർ ചെയ്യുന്നത്. ഇതെല്ലാം ഹൈഡ്രജൻ ആണ്, ബട്ട് ദേ ആർ ദി ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ഇനി എന്താണ് ഈ ഐസോടോപ്സിന്റെ പ്രത്യേകത? നമുക്ക് അത് നമ്മളെ ബയോളജിക്കൽ യൂസ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. Unlike the other 2 isotopes, tritium is unstable. കണ്ടോ, ട്രിഷ്യം ഈസ് അൺസ്റ്റേബിൾ. എന്താണ് കാരണം?
This means that its nucleus tends to break up into elements with lower atomic number. This nuclear breakup, which emits a significant amount of energy, it is called radioactive decay. And isotopes that decay in this fashion are called radioactive isotopes. മനസ്സിലായോ? ഇപ്പൊ ഈ ന്യൂക്ലിയസിലുള്ള ഈ ട്രിഷ്യം എന്ന ഹൈഡ്രജന്റെ ട്രിഷ്യം എന്ന ഐസോട്ടോപ്പില് ഒരു പ്രോട്ടോണും രണ്ട് ന്യൂട്രോണുമാണ് ഉള്ളത്. So that nucleus is heavy basically. So such nucleus have the tendency to break up into elements with lower atomic number. Okay. അങ്ങനെ ചെയ്യുന്ന സമയത്ത് they are emitting some energy in energy. Okay. ആ എനർജീനെ ആണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ ട്രിഷ്യം മാത്രമേ റേഡിയോ ആക്റ്റീവ് ഉള്ളൂ. ഡ്യൂട്ടീരിയം ഒരിക്കലും റേഡിയോ ആക്റ്റീവ് അല്ല, ബട്ട് ഇറ്റ് ഈസ് ദ ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ. സോ ഇങ്ങനെയും നമുക്ക് പറയാം, നോട്ട് ഓൾ ഐസോട്ടോപ്സ് ആർ നോട്ട് റേഡിയോ ആക്റ്റീവ്. ഓക്കെ, നോട്ട് ഓൾ ഐസോട്ടോപ്സ് ആർ റേഡിയോ ആക്റ്റീവ്. ഇത് നമുക്ക് ബയോളജിയിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഐസോട്ടോപ്പ് ആണ്. കാർബണിന്റെ 3 ഫോംസ് ആണുള്ളത്. Most abundant isotopes of carbon. Isotopes of a particular element have different numbers of neutrons. അല്ലെ, അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ കാർബൺ 12 എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോട്ടോണും ന്യൂട്രോണും സെയിം തന്നെയാണ്. ഓക്കെ, കാർബൺ 13 ആകുമ്പോഴോ ന്യൂട്രോൺ 7 ആയി, കാർബൺ 14 വരുമ്പോൾ ന്യൂട്രോൺ 8 ആയി. അല്ലെ, സോ അതുകൊണ്ടാണ് കാർബൺ 14 റേഡിയോ ആക്റ്റീവ് ആയി മാറുന്നത്. ആ ഒരു എനർജി ഡിഫറൻസ് ഇൻ ദി ന്യൂക്ലിയസ് ഈസ് emitting this energy to become stable. അതാണ് റേഡിയോ ആക്റ്റീവ് ആയിട്ട് അതിനെ മാറ്റുന്നത്. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഓരോ റേഡിയോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഏതൊക്കെ രീതിയിലാണ് ആ എനർജി എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇനി വേറൊരു പോയിന്റും കൂടി ഇതിൽ വരുന്നത്, നമ്മൾ ഇതൊരു പീരിയോഡിക് ടേബിളിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഞാൻ എടുത്തത്. നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ എലമെന്റ്സിന്റെയും മാസ് നമ്പർ കൊടുത്തിരിക്കുന്നത് ആവറേജ്, അതായത് ഇപ്പൊ നമ്മളിപ്പം അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ എന്നാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ വരുവാണെങ്കിൽ അതൊരു ഒരു എന്താ പറയാ ഒരു ഫുൾ ഡിജിറ്റ് ആയിട്ട് വരണം. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ എപ്പോഴും അതൊരു എന്താ പറയാ ഒരു ഫ്രാക്ഷൻ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിട്ടാണ് വരുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ഇൻ പീരിയോഡിക് ടേബിൾ ഇറ്റ് ഈസ് നോട്ട് ദി അറ്റോമിക് മാസ് ബട്ട് ഇറ്റ് ഈസ് ആവറേജ് അറ്റോമിക് മാസ്. കണ്ടോ, ആവറേജ് അറ്റോമിക് മാസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആവറേജ് അറ്റോമിക് മാസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു 10.81 എന്ന് പറയുന്നത്. ബേസിക്കലി ബോറോൺ 5 ആണ്. അപ്പൊ ഒബ്വിയസ്ലി 5 + 5 10 വരണം. പക്ഷെ ഇറ്റ് ഈസ് 10.81. അങ്ങനെ ചില എലിമെന്റ്സ് ഉണ്ട്. അത് എന്താന്നുള്ളത് നമുക്കൊന്ന് അതിന്റെ റീസൺ ഒന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ആവറേജ് അറ്റോമിക് മാസ് കൊടുത്തിരിക്കുന്നത്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ എലിമെന്റ്സും യൂണിവേഴ്സിൽ മിക്സ്ഡ് ആണ്. അതായത് ഐസോടോപ്പ് ഫോമുമായിട്ടും നോർമൽ ഫോമുമായിട്ടും മിക്സ്ഡ് ആയിട്ടാണ് അത് ഇരിക്കുന്നത്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ബോറോൺ atomic number is 5 + 5 10 AMU, but it is shown that 10.81. അത് എന്തുകൊണ്ടാണ് വന്നത് നോക്കാം. ഇൻ നേച്ചർ ബോറോൺ എക്സിസ്റ്റ് ഇൻ 2 ഫോംസ്. എന്തൊക്കെയാണ്? ബോറോൺ 11 ആയിട്ടും ബോറോൺ 10 ആയിട്ടും ബോറോൺ 11 ആയിട്ടാണ് ബോറോൺ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ബോറോൺ 10 എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി 5 + 5 ആയിട്ടാണ് വരുന്നത്. പക്ഷെ ബോറോൺ 11 എന്ന് പറയുമ്പോൾ 5 പ്രോട്ടോൺ + 6 ന്യൂട്രോൺ ആണ് വരുന്നത്. എന്നാലും ഈ ബോറോൺ 10 ആകെ 20% എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് ബോറോൺ 11 ആണ് 80% ഉള്ളത്. അല്ലെ, അപ്പം അങ്ങനെ അതായത് ഐസോടോപ്പ് ഫോമിലും കൂടി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയൊക്കെയാണോ, അതായത് ഒരു എലിമെന്റിന്റെ എല്ലാ ഐസോടോപ്സും ആവറേജ് എങ്ങനെയൊക്കെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇവിടെ ഈ 10.8 വന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ബോറോൺ 10 ആകെ 20% ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ 20 × 10 പ്ലസ് ബോറോൺ 11 എത്രയുണ്ട്? 80%. 80 × 11/100. അപ്പൊ എത്ര കിട്ടും? 10.8. അല്ലെ, അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആവറേജ് അറ്റോമിക് നമ്പർ. നമ്മളെ എല്ലാ പീരിയോഡിക് ടേബിൾസിലും അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ആവറേജ് അറ്റോമിക് മാസ് ആണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ അല്ല, സം ആറ്റംസ് ഹാവ് ഇറ്റ്സ് ഐസോടോപ്പ് ഫോംസ്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
ഇനി നമ്മൾ റേഡിയോ ആക്ടിവിറ്റിനെ പറഞ്ഞു. റേഡിയോ ആക്ടിവിറ്റി ആ ന്യൂക്ലിയസിലുള്ള എനർജി ലെവൽസ് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ആർ എമിറ്റിംഗ് സം എനർജി അല്ലെ, അതിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ടൈപ്പ് റേഡിയോ ആക്റ്റീവ് ഡീകേ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ആൽഫ ഡീകേ. ആൽഫ ഡീകേ എന്ന് പറയുന്ന സമയത്ത് ഇത് ന്യൂക്ലിയസ് ആണ് കേട്ടോ, ഇതിന് ചുറ്റും ഇലക്ട്രോൺസ് വേറെ ഉണ്ട്. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ദിസ് ഈസ് ദി ന്യൂക്ലിയസ്. ഓക്കെ, എന്താണ് ന്യൂക്ലിയസ്? ന്യൂക്ലിയസിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. സോ ആൽഫ ഡീക്കിന്റെ കേസ് വരികയാണെങ്കിൽ ഫ്രം ദി പാരന്റ് ന്യൂക്ലിയസ് 2 protons and 2 neutrons are emitting as alpha particle. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ആണ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡോട്ടർ ആറ്റത്തിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഓക്കെ, ഇതാണ് പാരന്റ് ആറ്റത്തിന്റെ അറ്റോമിക് ഫോർമുല. അതായത് ഓക്കെ, അറ്റോമിക് നമ്പർ Z ആണ്, അറ്റോമിക് മാസ് A ആണ്. ഓക്കെ, സോ Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. സോ ഇതിന്ന് 2 പ്രോട്ടോൺ എമിറ്റ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് വിൽ ബി -2. ഓക്കെ, പിന്നെ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും കൂടി പോയി എന്ന് പറയുമ്പോൾ അറ്റോമിക് മാസിൽ നിന്ന് -4. സോ ഇങ്ങനെ ഈ ഒരു ആൽഫ 4 2 എന്നുള്ള ഫോമിലാണ് ആൽഫ ഡീകേ നടക്കുന്നത്. സോ ആൽഫ ഡീകേ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ആഫ്റ്റർ ആൽഫ ഡീകേ ആറ്റത്തിന് എന്ത് മാറ്റമാണ് വരുന്നത്? decrease by 4, atomic mass decrease by 4 and atomic number decrease by 2. എങ്ങനെയാണ് 2 ഇത് 4 ആയതെന്ന് മനസ്സിലായല്ലോ? number of proton reduced by 2, number of proton and neutron reduced by 4. So this is called alpha decay. Okay, next വരുന്നത് beta decay. beta decay എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് നോക്കാം. in beta decay the parent nucleus if the number of neutron is high, if the number of neutron is high, that neutron have the tendency to become an proton. So in that case, okay, എന്താണ് ന്യൂട്രോൺ ചാർജ് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ it carry both plus and minus charge. Okay, so if one neutron is converted into proton means it is emitting this negative energy. This negative energy it is emitting. So this negative energy is called beta particle. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ ഡോട്ടർ ന്യൂക്ലിയസിന് വന്ന മാറ്റം എന്താണ്? ഓക്കെ, ഹിയർ 1 ന്യൂട്രോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രോട്ടോൺ. അപ്പൊ എന്തുണ്ടായി? നമ്മുടെ ആറ്റോമിക് നമ്പർ കൂടി അല്ലെ? ഇൻ ദ ഡോട്ടർ ന്യൂക്ലിയെ ആറ്റോമിക് നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1. ബട്ട് മാസ് നമ്പർ എഫക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്താണ് മാസ് എന്ന് പറയുന്നത്? സം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. സോ ദ സെയിം ന്യൂട്രോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രോട്ടോൺ. സോ it is not affected the atomic mass. So it is not unchanged. So beta decay in the case endana? If the number of neutron is higher than proton in the nucleus, beta decay will occur. Okay, then varunathu positron emission. The beta decay in the opposite condition aanu. If the number of proton is higher than its neutron, എന്താണ് ആ ടെൻഡൻസി? The proton will converted into neutron. The proton will converted into neutron. So ആ പോസിറ്റീവ് പാർട്ടിക്കിൾ എങ്ങനെയാണ് ന്യൂട്രോൺ ആവേണ്ടത്? ഇറ്റ് വിൽ എമിറ്റ് ദി പോസിറ്റീവ് ചാർജ് അല്ലെ? സോ ആ പോസിറ്റീവ് ചാർജ് എമിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസിട്രോൺ എമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, if the number of proton is higher in the nucleus, the atom have the tendency to emit positron emission. Okay, അപ്പോൾ എങ്ങനെയാണ് ആറ്റോമിക് ചേഞ്ച് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ആറ്റോമിക് മാസ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? the same proton is converted into neutron, so it is same, but atomic number is decreased by 1 അല്ലേ? So the number of proton is reduced. Number of 1 proton is converted into neutron. So it is decreased by 1. So that atom, the parent atom converted into daughter atom. Okay. ഇതാണ് positron emission എന്ന് പറയുന്നത്. Then next, electron capture. Electron capture എന്ന് പറയുന്ന സമയത്ത് this parent nucleus is capture 1 electron.
it is capturing one electron. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഇലക്ട്രോൺ ആരാണ് ക്യാപ്ചർ ചെയ്യുന്നത്? പ്രോട്ടോൺ. പ്രോട്ടോൺ ഈസ് ക്യാപ്ചറിങ് ദിസ് നെഗറ്റീവ് പാർട്ടിക്കിൾ. അപ്പൊ പ്രോട്ടോൺ നെഗറ്റീവ് പാർട്ടിക്കിൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജ് പോയിട്ട് അത് ദാറ്റ് വിൽ കൺവേർട്ടഡ് ഇൻ ടു ന്യൂട്രോൺ അല്ലെ? അപ്പം ആ ഒരു ഇലക്ട്രോൺ ക്യാപ്ചർ നടക്കുന്ന സമയത്ത് വിത്തിൻ ദി ന്യൂക്ലിയസ് വൺ പ്രോട്ടോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ന്യൂട്രോൺ and the energy is emitted in the form of X-ray. മനസ്സിലായോ? ഇലക്ട്രോൺ ക്യാപ്ചർ. ഓക്കെ, സോ ആഫ്റ്റർ ഇലക്ട്രോൺ ക്യാപ്ചർ എങ്ങനെയാണ് ആറ്റമിന് ചേഞ്ച് വരുന്നത്? അറ്റോമിക് മാസ് ചേഞ്ച് ആയോ? ഇല്ല, ബിക്കോസ് ദ സെയിം പ്രോട്ടോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ന്യൂട്രോൺ, സോ ഇറ്റ് ഈസ് അൺചേഞ്ച്ഡ്. ബട്ട് വാട്ട് ഹാപ്പൻഡ്? ഒരു പ്രോട്ടോൺ നമുക്ക് ലോസ് ആയി അല്ലേ? നമ്പർ ഓഫ് പ്രോട്ടോൺ റെഡ്യൂസ്ഡ്. ഓക്കെ, സോ atomic number is decreased by 1. Then comes gamma emission. ഈ ഗാമ എമിഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ the parent nucleus is in the excited form. ഓക്കെ, ആ ഒരു അവിടെ ഒരു പ്രോട്ടോൺ ന്യൂട്രോൺ കൺവേർഷൻ ഒന്നും നടക്കുന്നില്ല, ബട്ട് ദി പാരന്റ് ന്യൂക്ലിയസ് ഇൻ ദി എക്സൈറ്റഡ് ഫോം, ആൻഡ് ടു കം ബാക്ക് ടു ഇറ്റ്സ് നോർമൽ സ്റ്റേജ് it is emitting energy called gamma ray. So after gamma emission, it is not changed by atomic mass, or it is not affected. It is not affecting the atomic number. So ഇങ്ങനെയാണ് these are the major radioactive decay എന്ന് പറയുന്നത്. പിന്നെ സ്പോണ്ടേനിയസ് ഫിഷൻ ഉണ്ട്. ഇത് പ്യൂർലി കെമിസ്ട്രി ഫിസിക്സ് ബേസ്ഡ് ആണ്. എന്താണ് പറയാ, ഇംബാലൻസ്ഡ് അൺസ്റ്റേബിൾ പാരന്റ് എമിറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഫിഷൻ ആയിട്ട് രണ്ട് ഡോട്ടർ ആറ്റംസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് ദാറ്റ് എമിഷൻ ദ ഹൈ എനർജി ഈസ് റിലീസിങ്. സോ ഇത് നമ്മുടെ ബയോളജി പേസിൽ നമുക്ക് അത്ര റെലവെന്റ് അല്ല. അതുകൊണ്ട് ജസ്റ്റ് ഫോർ യുവർ ഇൻഫോർമേഷൻ ഐ എം ജസ്റ്റ് പുട്ടിങ് ഓവർ ഹിയർ. ഓക്കെ, ഐസോടോപ്സ് ആൻഡ് യൂസസ്. Radioactivity has many useful applications in modern biology. Radioactive isotopes are one way to label or tag a specific molecules and then follow its progress, either in a chemical reaction or in living cells and tissues. മെയിൻ ആയിട്ട് നമ്മളിപ്പം വരാൻ പോകുന്ന കുറെ ടോപ്പിക്കുകളിൽ വരുന്ന കുറെ എക്സ്പെരിമെന്റ്സിൽ നമ്മൾ റേഡിയോ ആക്ടിവിറ്റി യൂസ് ചെയ്യുന്നുണ്ട് ടു ലേബൽ ഇറ്റ്, ടു ടാഗ് ഇറ്റ്. ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് മീസൽസൺ സ്റ്റാൾ എക്സ്പെരിമെന്റ് മോളിക്കുലാർ ബയോളജിയിൽ അല്ലെ. അതില് നൈട്രജന്റെ ഹെവി നൈട്രജൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഒക്കെ വരുന്നുണ്ട്. സോ അത് നമുക്ക് കൂടുതലായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു എന്താ പറയാ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ സാധാരണ ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സ്റേ യൂസ് ചെയ്യുന്നത് ടെക്നീഷ്യം 99 എന്നുള്ള ഇതാണ് നമ്മളെ എലിമെന്റ് ആണ് നമ്മൾ സാധാരണ റേഡിയോ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കാർബൺ ഫോസ്ഫറസ് എന്നൊക്കെ പറയുമ്പം നമുക്കറിയാം. ഓക്കെ, ഇപ്പൊ കാർബൺ എവിടെയൊക്കെ ആയിരിക്കും, ഇപ്പൊ നമ്മള് സെൽ മെംബ്രെയിനിലുള്ള ഷുഗർ കണ്ടന്റ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിലൊക്കെ നമ്മൾ റേഡിയോ ആക്റ്റീവ് കാർബൺ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് എക്സ്പെരിമെന്റിലെല്ലാം യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ ഐ ആം ഗിവിംഗ് ഓൾ ദീസ് തിങ്സ്. യു ജസ്റ്റ് റീഡ് ദിസ് ആൻഡ് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതൊന്നും ബൈ ഹാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള, ബട്ട് ദീസ് ആർ ദി സം ഇൻഫോർമേറ്റീവ് തിങ്സ്. ഓക്കെ, നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു എന്താ പറയാ, ഡിസംബർ 2016 വന്ന പാർട്ട് സി ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് സി ക്യാരീസ് 4 മാർക്സ് അല്ലെ. ഓക്കെ, ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം എങ്ങനെയാണ് ക്ലിയർ ചെയ്യാന്നുള്ളത്. ഞാൻ ഇത് ഇവിടെ വെക്കാൻ കാരണം നമ്മളെ കോൺസെപ്റ്റ് ചെക്ക് മാത്രമല്ല, ഒരു ട്രിക്കും കൂടി ഉണ്ട്. ഹൗ ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു ട്രിക്കും കൂടി ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു തരാം. ഓക്കെ, എന്താ വെച്ചാൽ ABCDEF ഇത്രയും പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിക്ക് ദി കോമ്പിനേഷൻ ഓഫ് ഓൾ കറക്റ്റ് ആൻസർ. എപ്പോഴും ആദ്യം വരേണ്ടതെന്നറിയോ, അവര് കൊടുക്കുന്ന ഇത്രയും പോയിന്റ് വായിക്കുന്നതിന് മുന്നേ താഴെ വന്നിട്ട് നമ്മൾ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സംടൈംസ് ഓൾ റോങ് ആയിരിക്കും അവർ കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നോട്ട് കൊടുക്കും. സോ വെരി ട്രിക്കി ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഇത് മുഴുവൻ വായിക്കുന്നതിന് മുന്നേ നമുക്ക് എന്താ വേണ്ടത്, ഓൾ കറക്റ്റ് ആണ് വേണ്ടത്. സോ നമുക്ക് അങ്ങനെ ടിക്ക് ഇട്ടിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം ഡിഫർ ഇൻ ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണോ?
they differ in the number of protons? അല്ല അല്ലെ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഡിഫർ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം വേറെ വേറെ ആറ്റം ആയി പോറും അല്ലെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. Then B, hydrogen, deuterium and tritium differ in the number of neutrons. Obviously number of neutrons ആണ് ഡിഫർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവരെ ഐസോടോപ്സ് എന്ന് പറയുന്നത്. സോ ബി സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ഓക്കെ. എപ്പോഴും അവര് CSIR നെറ്റില് ഇതേപോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് എപ്പോഴും കൊടുക്കാറുണ്ട്. അതിൽ മിക്കവാറും ഒന്ന് കറക്റ്റ് ആയിരിക്കും. ഒരിക്കലും ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒരിക്കലും ശരിയായിരിക്കില്ല. സോ ഇതിപ്പോ എയും ബിയും ഇങ്ങനെ തന്നു. ഓക്കെ, എയും ബിയും ഒരിക്കലും ഒന്നിച്ച് ശരിയാവില്ല. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് ആൻസർ കീ ഒന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എ റോങ് ആണെന്ന് പറഞ്ഞു, അത് ഉറപ്പുള്ള കാര്യമാണ്. സോ അങ്ങനെയാണെങ്കിൽ എ വരുന്ന എ ബി എഫ് അതായിരിക്കില്ല. ഇവിടുത്തെ എയും കട്ട് ചെയ്തു. സോ എന്തെന്നെയായാലും 1ഉം 3ഉം അല്ല എന്നുള്ളത് ഉറപ്പായി അല്ലെ. ഓക്കെ, പിന്നെ ബി എന്തായാലും കറക്റ്റ് ആണെന്നുള്ളത് അറിയാം. പക്ഷെ ഇവിടെ ഫോർത്ത് ഓപ്ഷനില് ബി കൊടുത്തിട്ടില്ല. സോ അപ്പൊ തന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നുള്ളത്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റ് വായിക്കാതെ തന്നെ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടി. ബട്ട് ഒരിക്കലും റിസ്ക് എടുക്കരുത്, നമ്മൾ താഴത്തെ സ്റ്റേറ്റ്മെന്റ്സും വായിക്കണം. എന്നിട്ട് ഇത് തന്നെയല്ലേ എന്നുള്ളതൊന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണം. ഓക്കെ, സി, both deuterium and tritium are radioactive and decay to hydrogen and deuterium respectively. അല്ലല്ലോ അല്ലെ, നമ്മൾ ട്രിഷ്യം മാത്രമേ റേഡിയോ ആക്റ്റീവ് ഉള്ളൂ. സോ ഈ സി എന്ന് പറയുന്നത് റോങ് ആണ്. അപ്പൊ സി റോങ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർത്ത് ഓപ്ഷൻ തെറ്റാണ് അല്ലെ. ഓക്കെ, ഇനി ഡി വന്നിട്ട് എന്താ പറയുന്നത്? ട്രിഷ്യം ഈസ് റേഡിയോ ആക്റ്റീവ് ആൻഡ് ഡീക്കേസ് ടു ഹീലിയം. അതെ, ട്രിഷ്യം ഈസ് റേഡിയോ ആക്റ്റീവ്. ഇതുവരെയുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. വെദർ ഇറ്റ് ഈസ് എമിറ്റിംഗ് ആൽഫ പാർട്ടിക്കിൾ ഓർ ബീറ്റ പാർട്ടിക്കിൾ അത് നമുക്ക് അത്ര അറിയില്ലെങ്കിലും ട്രിഷ്യം റേഡിയോ ആക്റ്റീവ് ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഷുവർ ആണ്. സോ ഡി എന്തായാലും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷനിൽ ബി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് ഷുവർ ഉള്ള കാര്യം. ദെൻ ഇ, കാർബൺ 14 ഡീക്കേസ് ടു നൈട്രജൻ. അത് ശരിയാണ്. അത് നമ്മളിപ്പോ പഠിപ്പിച്ചതിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് നമ്മൾ ഷുവറിറ്റി ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ബി ആൻഡ് ഡി നമുക്ക് ഇപ്പൊ പഠിച്ച കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ 2 ആണ് എന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്നത്. കാരണം നമുക്ക് സി പാർട്ടിൽ ഔട്ട് ഓഫ് 75 നമുക്കൊരു 25 സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും സമയമൊന്നും നമുക്കൊരു ക്വസ്റ്റ്യൻ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ചിലപ്പോൾ ഒരു സിംഗിൾ ഓർ 1 or 2 സ്റ്റേറ്റ്മെന്റ്സിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ബട്ട് യു ഹാവ് ടു ക്രോസ് ചെക്ക് വിത്ത് ദാറ്റ്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എന്താ പറയാ ഈ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ ആണ്. ഓക്കെ, നമുക്ക് എന്താണ് ആറ്റംസ് മനസ്സിലായി, അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ നമുക്കൊന്ന് ക്ലിയർ ആയി. സോ ഈ ആറ്റംസിനെ അറേഞ്ച് ചെയ്ത വേ ആണ് നമുക്ക് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു പീരിയോഡിക് ടേബിളിന്റെ ഒരു പ്രിന്റ് ഔട്ട് എപ്പോഴും കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഓക്സിജൻ അല്ലെങ്കിൽ ഫോസ്ഫറസ് അല്ലെങ്കിൽ നൈട്രജൻ എന്ന് പറയുന്ന സമയത്ത് ഓക്സിജൻ 8 നൈട്രജൻ 7 എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കിട്ടാൻ ഇത്തിരി സ്ട്രക്ക് ഉണ്ടെങ്കിൽ ഇത് നമ്മളെ മുന്നിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഈസി ആയിട്ട് നമ്മുടെ മൈൻഡിൽ കുറെ അറ്റോമിക് നമ്പേഴ്സ് നമുക്ക് ഉള്ളിൽ ഉണ്ടാവും. സോ അതൊന്ന് പ്രിന്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് എ പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് എലിമെന്റ് വന്നിട്ട് ഹൈഡ്രജൻ ആണ്. സോ ഹൈഡ്രജൻ ഈസ് ദി സ്മോളസ്റ്റ് എലിമെന്റ് ഇൻ ദി യൂണിവേഴ്സ്. സെക്കൻഡ് വന്നിട്ട് ഹീലിയം. ഓക്കെ, ഈ ഒരു സെക്കൻഡ് മുതൽ താഴേക്ക് ഈ ഒരു എക്സ്ട്രീം റൈറ്റിന് ഫ്രം ടോപ്പ് ടു ബോട്ടം ഉള്ള എല്ലാ എലിമെന്റ്സിനെയും നമ്മൾ ഇനേർട്ട് ഗ്യാസ് എന്നാണ് പറയുന്നത്. ഇനേർട്ട് എലിമെന്റ്സ് ആണ്. ബിക്കോസ് അതെന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, 1, 2, 3, 4, 5, 6 അങ്ങനെ ഒരു ഓർഡറിലാണ് ഇവിടെ ആറ്റംസിനെ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഈ പീരിയോഡിക് ടേബിളിൽ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ്, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ റൂൾസ് ബേസ് ആണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ, പീരിയോഡിക് ടേബിൾ അറേഞ്ച്ഡ് ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതായത് ആറ്റോമിക് നമ്പർ ബേസ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്.
എന്താണ് periods എന്നുള്ളത് നോക്കാം. Periods എന്ന് പറയുന്നത് from left to right number of atomic number is increasing. All their valence shell is same. Once it is filled, next valence shell period will start. Okay. Okay. നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ നമ്മൾ സബ് ഷെല്ലിന്റെ പോയിന്റിലേക്ക് വരുന്നതേ ഉള്ളൂ. എന്നാൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാണ്. നമുക്ക് SPDF എന്നുള്ള കോൺസെപ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലെ? നമ്മൾ ഓർബൈറ്റൽ SPDF എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ എന്താ പറയാ, പ്രൈമറി ഷെൽസ് 1, 2, 3, 4 അങ്ങനെയാണ് ഓരോ എനർജി ലെവൽസും പോകുന്നത്. ഓക്കെ, സോ ഈ ഫസ്റ്റ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഫസ്റ്റ് എനർജി ലെവൽ, അതായത് ഫസ്റ്റ് 1 എനർജി ലെവൽ 1-ല് എത്ര ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യാം? 2 ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യാം. സോ ഹൈഡ്രജന്റെ കേസിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്തു. ഓക്കെ, ദെൻ കംസ് ഹീലിയം. ഹീലിയം 2 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. സോ ഔട്ടർ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വന്നു. സോ ദിസ് ഈസ് ദ മാക്സിമം കപ്പാസിറ്റി ഓഫ് ദിസ് എന്താ പറയാ ദിസ് ഷെൽ. ഇതിന് ആകെ 2 ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. സോ നെക്സ്റ്റ് ലെവൽ വരും. സോ ലിഥിയം മുതൽ എന്ത് പറ്റി? ലിഥിയം മുതൽ ഫില്ലിങ് ഈ ഒരു എനർജി ലെവൽ ഇവിടെ നമുക്ക് 8 ഇലക്ട്രോൺസിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ ലിഥിയം വരുമ്പോഴത്തേക്കും 1 വന്നു. ബെർലിയം ആകുമ്പോഴത്തേക്കും ഔട്ടർ മോസ്റ്റിൽ 2 ഇലക്ട്രോൺസ് വന്നു. ദെൻ ബോറോൺ വരുമ്പോഴത്തേക്ക് 3 വന്നു. അങ്ങനെ നിയോൺ ടിൽ നിയോൺ ആകുമ്പോഴത്തേക്ക് എന്തായി? ഒക്ടേറ്റ് റൂള് സാറ്റിസ്ഫൈഡ് ആയി. എന്താണ് ഒക്ടേറ്റ് റൂൾ എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഫിൽ ആയി കഴിഞ്ഞു. സോ അതോടുകൂടി ഈ പീരീഡ് ഇവിടെ അവസാനിച്ചു. ഇനി നേരെ നെക്സ്റ്റ് ലെവലിലേക്കാണ് വരുന്നത്. സോ ഈ ഫസ്റ്റ് പീരീഡ് ഫിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഈ ഫില്ലിംഗ് നടക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ പീരിയഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഗ്രൂപ്പ്സ് എന്ന് നോക്കാം. ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ടോപ്പ് ടു ഡൗൺ അറ്റോമിക് സൈസ് ഈസ് ഇൻക്രീസിങ് അല്ലെ? ഇപ്പം 1 എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫസ്റ്റ് സബ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് വരുന്നത്. ഓക്കെ, ലിഥിയം ആകുമ്പോഴത്തേക്കും 3 ആയി. സോ അത് കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്തു. സോഡിയം ആകുമ്പോഴത്തേക്കും അതിന്റെ അടുത്ത ലെവലിലേക്ക് അത് ജമ്പ് ചെയ്തു. ഓക്കെ, സോ അപ്പോഴെന്താണ് ഉണ്ടാകുന്നത്? അറ്റോമിക് സൈസ് ഈസ് ഇൻക്രീസിങ് അല്ലെ? ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഈസ് ഫാർ അവേ ഫ്രം ദി ന്യൂക്ലിയസ്. ഓക്കെ, പക്ഷെ എന്താണ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ആറ്റംസിന്റെയും ബാലൻസ് ഇലക്ട്രോൺ നമ്പർ വിൽ ബി സെയിം. ഓക്കെ, ഇപ്പൊ ഹൈഡ്രജന്റെ ബാലൻസ് ഇലക്ട്രോൺ 1 ആണ്, ലിഥിയത്തിന്റെ 1 ആണ്, സോഡിയത്തിന്റെ 1 ആണ്, പൊട്ടാസ്യത്തിന്റെ 1 ആണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ബാലൻസ് ഇലക്ട്രോൺ നമ്പർ വിൽ ബി സെയിം ഫോർ ദി സെയിം ഗ്രൂപ്പ്. ഓക്കെ, ഫ്രം ടോപ്പ് ടു ബോട്ടം atomic size is increasing, same number of electrons in the valence shell. സോ ഗ്രൂപ്പ് 1 എലിമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആയിരിക്കും. ബാലൻസ് ഇലക്ട്രോൺ വിൽ ബി 1. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ്, അതായത് അയോൺസ് എങ്ങനെയാണ് ബോണ്ടിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഇത് മനസ്സിലാക്കണം. ഈ ഒരു ഗ്രൂപ്പിന് 1, 2 നമ്മൾ മെറ്റൽസ് എന്നും 13 മുതലുള്ളതിന് നോൺ മെറ്റൽസ് എന്നാണ് പറയുന്നത്. സോ എങ്ങനെയാണ് ഹൗ ദേ ആർ റിയാക്ടിങ് വിത്ത് ഈച്ച് അതർ, ഹൗ ദേ ആർ മേക്കിംഗ് ബോണ്ട്സ് ഒക്കെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് വേണം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ പീരിയോഡിക് ടേബിളിന്റെ കാര്യം മനസ്സിലായല്ലോ. പീരിയഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഫ്രം ടോപ്പ് ടു ഡൗൺ. ഓക്കെ, ഇനി ആറ്റംസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പറയാനുള്ളത്. ഇലക്ട്രോൺ അഫിനിറ്റി, അയണൈസേഷൻ എനർജി, ഇലക്ട്രോ നെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്നുള്ളത് നോക്കാം. The pull of nucleus to attract the valence shell electrons to itself. അതായത് ഇപ്പൊ ന്യൂക്ലിയസ് ഇതാണ് ന്യൂക്ലിയസ്. ഇത് ഫസ്റ്റ് ഇലക്ട്രോൺസിന്റെ ഷെല്ല്, സെക്കൻഡ് ലെവല്, തേർഡ് ലെവല്, അങ്ങനെ ഇത് എന്താ പറയാ ആറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് ഷെല്ല് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ദിസ് ന്യൂക്ലിയസ് ഈസ് അട്രാക്ടിങ് ദി ഇലക്ട്രോൺസ്. അതുകൊണ്ടാണ് ആ ഒരു അറ്റോമിക് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു പുള്ള് നല്ല സ്ട്രോങ് ആയിരിക്കും അല്ലെ? ഈ ഒരു ഫസ്റ്റ് ലെവലിലുള്ള അട്രാക്ഷൻ വിൽ ബി ഹയർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ ദിസ് അല്ലെ? ഇത്രയും ദൂരെയുള്ള ഒരു ഇലക്ട്രോണിനെ പുള്ള് ചെയ്യാൻ ഉള്ളതിനേക്കാളും സ്ട്രോങ് ഏതായിരിക്കും? ഈ ഒരു ഇലക്ട്രോൺ പുള്ളായിരിക്കും സ്ട്രോങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്
അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോൺ അഫിനിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ. ഫ്രം നമ്മൾ പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഫ്രം ടോപ്പ് ടു ഡൗൺ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇൻക്രീസ് ചെയ്യും തോറും ഈ ന്യൂട്രോണിനെ ഈ ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു അഫിനിറ്റി, ആ ഒരു സ്ട്രെങ്ത് കുറയാണ് ചെയ്യുന്നത്. സോ ആ ഒരു ഡിക്രീസ്, അതായത് ഇലക്ട്രോൺ അഫിനിറ്റി എങ്ങനെയാണ് ഡിക്രീസ് ചെയ്യുന്നത്? പീരിയോഡിക് ടേബിളിൽ നിന്ന് ഫ്രം ടോപ്പ് ടു ഡൗൺ ആണ് ഇലക്ട്രോൺ അഫിനിറ്റി കുറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് അയണൈസേഷൻ എനർജി. എന്താണ് അയണൈസേഷൻ എനർജി? ഇറ്റ് ഈസ് ദി മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദി മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു സ്ട്രക്ചറിൽ പറഞ്ഞു, ഇതാണ് ന്യൂക്ലിയസ്, ഫസ്റ്റ് ലെവല്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, ഈ ഫോർത്ത് ലെവലിലുള്ള ഇലക്ട്രോണിനെ പുൾ ചെയ്ത് എടുക്കാൻ ആയിട്ട് കുറച്ച് എളുപ്പമായിരിക്കും അല്ലെ. അത്ര നമുക്ക് ഹൈ എനർജി ഒന്നും വേണ്ടി വരില്ല. സോ ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദി മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ. അത് മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് അല്ലേ, ബിക്കോസ് ഈ ന്യൂക്ലിയസിന് ഇത്രയും ദൂരം ഇത്രയും ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രോൺസിനെ പുൾ ചെയ്യാൻ കുറച്ച് അതൊരു വീക്ക് എനർജി ആയിരിക്കും കമ്പയർ വിത്ത് ദിസ് അല്ലെ. തൊട്ടടുത്തുള്ള ഇലക്ട്രോണിനെ പുൾ ചെയ്യുന്ന എനർജിനേക്കാളും കുറവായിരിക്കും ഫാർ അവെയുള്ള ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാലൻസ് ഇലക്ട്രോണിനെ എന്താ പറയാ റിമൂവ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. സോ ആ ഒരു റിക്വയർഡ് എനർജിനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പീരിയോഡിക് ടേബിളിൽ വെച്ച് നോക്കുന്ന സമയത്ത് അയണൈസേഷൻ എനർജി ഏറ്റവും കുറവ് എവിടെയായിരിക്കും? നമ്മളിപ്പോ ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അയണൈസേഷൻ എനർജി എങ്ങനെയായിരിക്കും? അതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ഡിക്രീസിങ് ഫ്രം ടോപ്പ് ടു ഡൗൺ അല്ലെ. ഓക്കെ, ഇപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ എന്ന് വിചാരിക്കൂ, ഇത് ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഒരു ഫസ്റ്റ് ലെവൽ എനർജി ലെവൽ, ഇവിടെയാണ് ഒരു ഇലക്ട്രോൺ വരുന്നത്. ഓക്കെ, സോ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ നമുക്ക് റിമൂവ് ചെയ്യാൻ കുറച്ച് അയണൈസേഷൻ എനർജി കൂടുതൽ വേണ്ടി വരും അല്ലെ. കൂടുതൽ എനർജി കൊടുത്താലേ നമുക്ക് അവിടുന്ന് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയത്ത് ലാർജ് ഇലക്ട്രോൺസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സോഡിയം ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഡിയത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ ഇത്രയും കുറച്ചും കൂടി ന്യൂക്ലിയസിൽ നിന്ന് കുറച്ചും കൂടി ഫാർ അവേ ആയിട്ടാണ് ഈ ഒരു വാലൻസ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഈസി ടു ടേക്ക് അവേ ദിസ് ഇലക്ട്രോൺ ഫ്രം ദി വാലൻസ് ഷെൽ. സോ ആ ഒരു ഇത്ര എനർജി ഇതിന് കൊടുക്കേണ്ടി വരില്ല. സോ അയണൈസേഷൻ എനർജി ഈസ് ഡിക്രീസിങ് ഫ്രം ടോപ്പ് ടു ഡൗൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺ അഫിനിറ്റിയും ഇലക്ട്രോൺ അയണൈസേഷൻ എനർജിയും ഡിഫൈൻ ചെയ്യുന്ന ഒരു അടുത്ത പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ബോണ്ടിങ് ഒക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, ബോണ്ടിങ്ങിൽ നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ അത്യാവശ്യമാണ്. ഇലക്ട്രോ നെഗറ്റീവ് ആണ് എന്താ പറയാ ഈ പിന്നെ ബോണ്ട് ബ്രേക്കിങ്ങിനും അല്ലെങ്കിൽ ബോണ്ട് ഫോർമേഷനും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടി നമുക്കൊന്നും കൂടി നന്നായിട്ട് മനസ്സിലാക്കാം. Electron affinity and ionization energy defines the property called electronegativity. എങ്ങനെയാണ് അത് വരുന്നത് നോക്കാം. ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ്സിന്റെ ജസ്റ്റ് ഡെഫിനിഷൻസ് ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അയണൈസേഷൻ എനർജി, എനർജി നെസസറി ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ടു ഫോം എ പോസിറ്റീവ് അയോൺ. ഓക്കെ, നമ്മൾ അയോൺസ് പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. നമ്മളെ വാലൻസ് ഇലക്ട്രോൺസ് നമുക്ക് if an atom loses its valence electron, that atom become positive charged ion. Okay, നമുക്ക് അയോൺസ് പഠിക്കുമ്പോൾ അത് കൂടുതലായിട്ട് ക്ലിയർ ആവും. ഓക്കെ, ലോ അയണൈസേഷൻ വാല്യൂ ഫോർ മെറ്റൽസ്, അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. സോ ഫോർ ദം ദ അയണൈസേഷൻ വാല്യൂ ഇസ് ലോ ബിക്കോസ് അവരുടെയൊക്കെ outermost electron ഒരു outermost electron valence electron is 1, so it is easily we can take away that electron. So എന്താ പറയാ മെറ്റൽസിന് ലോ അയണൈസേഷൻ വാല്യൂസ് ആണ് ഉള്ളത്. ഹൈ വാല്യൂ ഫോർ നോൺ മെറ്റൽസ്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ക്ലോറിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോറിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് you can find 7 electrons. So the energy required to take all these 7 electrons is high. But in the case of sodium, only 1 electron is present in the outermost shell. So this energy is less. Okay,
So we can say that ionization value for metals is low. It is low, and for non-metals the value is high. Okay. Then increase from left to right of periodic table and decrease from top to down. അല്ലെ, ഈ അയണൈസേഷൻ വാല്യൂ എങ്ങനെയാണ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക്, അതായത് മെറ്റൽസ് നിന്ന് നോൺ മെറ്റൽസിലേക്ക് പോകുമ്പോൾ അയണൈസേഷൻ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ടോപ്പ് ടു ബോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയണൈസേഷൻ എനർജി കുറയാണ് ചെയ്യുന്നത്. ബിക്കോസ് അറ്റോമിക് സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് അയണൈസേഷൻ എനർജി കുറയുകയാണ് ചെയ്യുന്നത്. Then electron affinity, energy released when an electron is added to an atom. Electron affinity is increases from left to right and decreases from top to down of periodic table. Metals have low electron affinity and non-metals have high electron affinity. That is electron affinity to attract the electrons to its own nucleus. Okay. So, അപ്പോൾ ഇലക്ട്രോ അഫിനിറ്റിയും അയണൈസേഷൻ എനർജിയും ക്ലിയർ ആയല്ലോ അല്ലേ? സോ അതിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം അയണൈസേഷൻ എനർജി ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മളെ പീരിയോഡിക് ടേബിളിൽ മെറ്റൽസിന്റെ നോൺ മെറ്റൽസിന്റെ ഒക്കെ ഒരു പൊസിഷൻ ജസ്റ്റ് റഫ്ലി നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് ഉണ്ടായാൽ മതി. ഇലക്ട്രോ നെഗറ്റിവിറ്റി, എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ മോളിക്യൂൾ ടു അട്രാക്ട് ഇലക്ട്രോൺസ് ടു ഇറ്റ് സെൽഫ്. അതായത് അത്രയും മോസ്റ്റ് പവർഫുൾ ന്യൂക്ലിയസ് ആയിരിക്കും ആ ഒരു ആറ്റത്തിന്. ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് സ്ട്രോങ് ആയിരിക്കും. ഇറ്റ് ഹാവ് ദ ടെൻഡൻസി ടു pull or attract the electrons to itself. It depends on two properties: how strongly an atom holds on its own electrons. അല്ലെ, ആ ന്യൂക്ലിയസ് സ്ട്രോങ് ആയിട്ടാണ് അതിന്റെ ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടും how strongly the atom attracts other electrons, അതിനെയാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. അതായത് മറ്റ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള അഫിനിറ്റി ബേസ് ചെയ്തിട്ടും എത്ര സ്ട്രോങ് ആയിട്ടാണ് ഓരോ ഇലക്ട്രോൺസും ബൗണ്ട് ചെയ്തതും എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. Okay, an element with a large electron affinity and a high ionization energy will attract electrons from other atoms and resist having electrons attracted away. Such atoms will be highly electronegative. അതായത് an element with large electron affinity and high ionization energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലാർജ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് അതിനെ ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഹൈ അയണൈസേഷൻ എനർജി എന്ന് പറയുന്ന സമയത്ത് എന്താണ് അതിനെ ഏറ്റവും സ്ട്രോങ് ആയിട്ടാണ് അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് മറ്റ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള അഫിനിറ്റി ആണ് പറയുന്നത്. സോ ഇത് രണ്ടും കൂടുതലാണെന്നുണ്ടെങ്കിൽ it is called highly electronegative atom. Okay, such if the electron affinity and ionization energy is high, such atoms will be highly electronegative. Okay, ഇനി നമുക്ക് നെക്സ്റ്റ് അയോൺസിലേക്കാണ് കടക്കുന്നത്. സോ ഈ ഒരു സെഷൻ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. സോ അതുവരെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ക്ലിയർ ആയി ഒന്നും എല്ലാ നോട്ട്സ് ഒക്കെ ഒന്നും റിവൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുക, ചാറ്റ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിന്റെ സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ക്ലാരിഫൈ ചെയ്യാം, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നന്നായിട്ട് റിവൈസ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച്.